ഇത് തമിഴ്നാട്ടിലുള്ള വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ദേവാലയമാണ്. 1712 ഒരു നായർ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഡച്ച് സൈന്യാധിപനായ ഡിലനോയുമായുള്ള ചങ്ങാത്തം യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും അദ്ദേഹത്തിന് അവസരമൊരുക്കി. രാജാവിൻ്റെ കൊട്ടാരത്തിലെ വലിയൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിള്ള എന്ന നാമധേയത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. ശേഷം അദ്ദേഹം മാമോദീസ സ്വീകരിക്കുകയും യേശുവിനോടുള്ള ഭക്തിയിൽ തീക്ഷ്ണത കാണിക്കുകയും ചെയ്തു. ഈ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭൗതിക ശരീരം കിടന്നത്. ഇത് കണ്ണീർ പാറയിലേക്കുള്ള വഴിയാണ്. അദ്ദേഹം മരിച്ച സമയം ഒരു പാറയിൽ നിന്ന് നിർത്താതെ കണ്ണീർ ഇന്നും വന്നുകൊണ്ടിരിക്കും. നമ്മൾക്കത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് മണിയടിച്ചാൻ പാറയിലേക്കാണ്. അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഇദ്ദേഹം മരിച്ചപ്പോൾ വലിയൊരു പാറ ഈ മലയിൽ നിന്ന് താഴേക്കു വീണു. സാധാരണ ഒരു പാറയുടെ ശബ്ദമായിരുന്നില്ല, വലിയൊരു മണിയൊച്ചയോടെയാണ് പാറ വീണത്. അങ്ങനെ ആ നാട്ടിലുള്ളവരെല്ലാം ഓടി വന്നപ്പോൾ ഇദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ച് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇന്നും ആ പാറ ഒരു അത്ഭുതമായി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാറയെ കാണുവാനും അതിൽ ഏതെങ്കിലും ഒരു കല്ലോ വസ്തുവോ കൊണ്ടടിച്ചാൽ മണിനാദമായിട്ടാണ് നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുക. അത് ഒരത്ഭുതമായി ഇന്നും പരിഗണിക്കപ്പെടുന്നു. അനേക ദൂരം യാത്ര ചെയ്ത് നമ്മൾ മലമുകളിലെത്തി. ഇതാണ് ആ മണിയടിച്ചാൻ പാറ. ഇതിലൂടെ നമുക്ക് പാറയെ സ്പർശിക്കുവാനും ഇതിൽ തൊടുമ്പോൾ മണിയടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുവാനും സാധിക്കും. ഈ സ്ഥലം വളരെ പ്രകൃതി രമണീയവും ഭക്തിസാന്ദ്രവുമാണ്. അതിലുപരി ഒരു വിശുദ്ധൻ്റെ പരിമളം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. താഴോട്ടേക്കുള്ള ഇറക്ക വഴിയിലാണ് കുരിശിൻ്റെ വഴി. 14 സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയോടെ വലിയൊരു തീർത്ഥാടനം നടത്തുവാൻ നല്ലൊരു സ്ഥലമാണ് വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ഈ ദേവാലയം. ഈ ദേവാലയത്തിൽ